അതായത് സംസ്ഥാനത്തേക്ക് വികസനം കൊണ്ടുവരിക, ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വൻകിട വ്യവസായങ്ങളെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റമടക്കം ഈ ബദലിലുണ്ട് എന്നതാണ് നമുക്കതിൻ്റെ പൂർണ്ണരൂപം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വൻകിട സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായിട്ടുള്ള ഒരു പുതുവഴി നയരേഖയാണ് ഇത് എന്നതാണ് അവിടെ നടന്ന ഈ നയരേഖയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വൻകിട നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് കണ്ട ഒരു നയമാറ്റം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അത് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലാണ്. അതിൽ നേതാക്കളൊക്കെ പരസ്യമായി പറഞ്ഞ പ്രതികരണം എന്താണ്? ഇത് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മളിത് ചെയ്തില്ലെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നിർബന്ധിതമായി ഇത് കൊണ്ടുവരും. അപ്പോൾ പിന്നെ നമുക്ക് ആ കാലത്തിനൊപ്പം പോയേ സാധ്യമാകൂ. അതാണ് ഞാൻ പറഞ്ഞ അതിജീവന ബദൽ. അതായത് കേന്ദ്ര സഹായം മുടങ്ങുന്നു എന്നുള്ള പല്ലവി അതുമാത്രം പാടിയിരുന്നത് കൊണ്ട് ഇനി കേരളത്തിൽ കാര്യമില്ല. കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുകയെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്തായാലും ഇടതുപക്ഷത്തിന്, CPIM-ന്, സർക്കാരിന് ചെയ്തേ മതിയാകൂ. അതിനായിട്ടുള്ളൊരു മാറ്റം ഉറപ്പായും ഉണ്ടാകും. ആ മാറ്റം എന്താണ് എന്ന് അണികളെ, അനുഭാവികളെയൊക്കെ കൺവിൻസ് ചെയ്യുന്നതിനായിട്ടുള്ള ചർച്ചകളിലേക്കാണ്, ഗ്രൂപ്പ് ചർച്ചകളായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ ഊന്നിലുള്ള ചർച്ചകളിലായാലും അണികളെ കൂടുതൽ കൺവിൻസ് ചെയ്യുക. നമ്മൾ ഈ മാറ്റം എന്തിനാണ്, മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മാറ്റം എന്തിനാണ് എന്നുകൂടി പറയണമല്ലോ. നയം മാറി, അല്ലെങ്കിൽ പാർട്ടി പരമ്പരാഗതമായി തുടർന്നു വന്ന ശൈലികളിൽ നിന്ന് മാറി എന്ന് മാധ്യമങ്ങളോ അല്ലെങ്കിൽ എതിർ പാർട്ടികളോ പ്രചരിപ്പിക്കുന്നതിനപ്പുറം സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിക്ക് തന്നെ സാധിക്കണം. CPIM അത് കാലാകാലങ്ങളായി ചെയ്തു വന്നിട്ടുണ്ട്.